അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ചാപ്റ്റർ 7 ആണ് ഗുപ്തന്മാരും അവരുടെ പിൻഗാമികളും. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ ഗുപ്ത സാമ്രാജ്യത്തിനെ പറ്റിയിട്ടും ഗുപ്ത സാമ്രാജ്യത്തിലെ രാജാക്കന്മാരെ പറ്റിയിട്ടുമാണ് ചോദിക്കുന്നത്. അപ്പം എന്താണ് ചിലപ്പോൾ ചോദിക്കുക എന്താണ് ഗുപ്ത രാജവംശം, അതേപോലെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട നമ്മുടെ രാജാക്കന്മാർ ചന്ദ്രഗുപ്തൻ, അതേപോലെ തന്നെ സമുദ്രഗുപ്തൻ, അതേപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും. പിന്നെ എന്തുകൊണ്ടാണ് ഗുപ്ത സാമ്രാജ്യത്തിനെ ഒരു ഗുപ്തന്മാരുടെ കാലഘട്ടത്തെ ഒരു ഗോൾഡൻ ഏജ് എന്ന് പറയാനായിട്ടുള്ളത് എന്നും, പിന്നെ എങ്ങനെയാണ് ഇത്രയും നല്ല ഒരു ഗുപ്ത സാമ്രാജ്യം അവസാനിച്ചത്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനായിട്ട്. നിങ്ങളൊരു കുറിപ്പ് പോലെ പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാം ഗുപ്തന്മാരും. അപ്പൊ നമുക്കറിയാം മൗര്യ രാജവംശത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ മൗര്യ രാജവംശം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു വലിയ രാജവംശമാണ്. ഈ രാജവംശത്തിന് ശേഷം വന്നിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഈ മൗര്യ രാജവംശത്തിന്റെ പതനത്തിന് ശേഷം ഇന്ത്യയിൽ ഉയർന്നു വന്ന നല്ല ശക്തമായിട്ടുള്ള ഒരു രാജവംശമാണ് ഗുപ്ത രാജവംശം അല്ലെങ്കിൽ ഗുപ്ത സാമ്രാജ്യം എന്ന് പറയുന്നത്. ഈ ഗുപ്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാടലിപുത്ര, ഇന്നത്തെ പാറ്റ്ന. ഈ ഗുപ്ത സാമ്രാജ്യം ആരാണ് നിർമ്മിച്ചത്? നമ്മുടെ ശ്രീഗുപ്തനാണ് ഈ ഒരു ഗുപ്ത സാമ്രാജ്യം നിർമ്മിച്ചത്. എന്നാണ് നിർമ്മിച്ചത്? AD 275. ഇത് ബേസിക് കാര്യമാണ്, ഓർത്തു വച്ചേക്കുക. അപ്പം ബുദ്ധന്റെ നമ്മുടെ ഗുപ്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം പാടലിപുത്ര, സ്ഥാപകൻ ശ്രീഗുപ്തൻ, ഓർത്തു വെക്കുക. ഇനി നമുക്ക് നോക്കാം ബാക്കിയുള്ള പ്രധാനപ്പെട്ട രാജാക്കന്മാരെ പറ്റി. ഈ ശ്രീഗുപ്തന്റെ മകനാണ് ചന്ദ്രഗുപ്തൻ. അപ്പൊ ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ടുള്ള ശ്രീഗുപ്തന്റെ മകനാണ് ചന്ദ്രഗുപ്തൻ. ഓക്കെ, അപ്പൊ ശ്രീഗുപ്തൻ പ്രധാനമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ഗുപ്ത സാമ്രാജ്യം ഉണ്ടാക്കി വെച്ച് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അയാളുടെ മൂത്ത മകനാണ് നമ്മുടെ ചന്ദ്രഗുപ്തൻ എന്ന് പറയുന്നത്. അപ്പൊ ചന്ദ്രഗുപ്തൻ പുള്ളിക്കാരൻ വളരെയധികം ശ്രദ്ധേയനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. ഗുപ്ത സാമ്രാജ്യത്തില് ഇത്രയും ശ്രദ്ധേയനായിട്ടുള്ള ഒരു രാജാവ് വേറെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നാണോ തന്റെ ആ ഒരു ചക്രവർത്തി എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് കയറിയത്, ആ ഒരു കയറിയ വർഷത്തെ ഗുപ്തവർഷം എന്ന് പറയും. അപ്പം എന്താണ് ഗുപ്തവർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രഗുപ്തൻ എന്നാണ് തന്റെ ആ ഒരു സിംഹാസനത്തിൽ കയറിയത്, അപ്പൊ അതിനെ നമ്മൾ ഗുപ്തവർഷം എന്ന് പറയും. മാത്രമല്ല ഇദ്ദേഹം അധികം ആളുകൾക്കൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന് മഹാരാജാതി രാജ എന്ന് പറഞ്ഞ പദവിയൊക്കെയാണ് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചന്ദ്രഗുപ്തനെ പറ്റി പഠിക്കാനായിട്ടുള്ളത്. ചന്ദ്രഗുപ്തൻ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയനായിട്ടുള്ള രാജാവാണ്. ഇദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസത്തെ നമ്മൾ ഗുപ്തവർഷം എന്ന് അറിയപ്പെടുന്നു. ഇദ്ദേഹം എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഇദ്ദേഹത്തിനെ മഹാരാജാതി രാജ എന്ന് പറഞ്ഞ പദവിയിൽ അറിയപ്പെടും. ഇനി നമുക്ക് നോക്കാം, ഇദ്ദേഹത്തിന്റെ മകനാണ് സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തൻ എന്ന് പറയുമ്പോൾ വേറെ ലെവൽ മനുഷ്യനായിരുന്നു. കാരണം ഇദ്ദേഹം കൈവയ്ക്കാത്ത സ്ഥലങ്ങളില്ല. കാരണം എവിടെയൊക്കെയാണ് ഇദ്ദേഹം എന്ന് പറയുമ്പോൾ ചരിത്രം, അതേപോലെ തന്നെ ഇദ്ദേഹം വളരെ യുദ്ധവീരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. മാത്രമല്ല ഇദ്ദേഹം എന്ന് പറയുമ്പോൾ നല്ലൊരു സംഗീതജ്ഞനാണ്. അതേപോലെ തന്നെ നൃത്തം, നാട്യം, ചിത്രകല, അങ്ങനെ നയതന്ത്രജ്ഞൻ, കലാകാരൻ, പണ്ഡിതൻ, അങ്ങനെ മതസഹിഷ്ണുതയുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ വേറിട്ട് നിന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ സമുദ്രഗുപ്തൻ എന്ന് പറയുന്നത്. അപ്പം സമുദ്രഗുപ്തൻ പണ്ഡിതനായിരുന്നു, കലാകാരനായിരുന്നു, നയതന്ത്രനായിരുന്നു, അതേപോലെ തന്നെ എല്ലാ ആളുകളടുത്തും വളരെയധികം മതസഹിഷ്ണുതയുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പം അത്രയും വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു നമ്മുടെ സമുദ്രഗുപ്തൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഇത്രയ്ക്കും നല്ലൊരു മനുഷ്യനാണ് നമ്മുടെ സമുദ്രഗുപ്തൻ. അപ്പൊ മാത്രമല്ല ഇദ്ദേഹം വളരെയധികം ധീരനായിട്ടുള്ള ഒരു രാജാവാണ്. ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഹോബി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോവുക, യുദ്ധം ചെയ്യുക, കീഴടക്കുക. മാത്രമല്ല ഇദ്ദേഹം യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടും ഗുപ്ത സാമ്രാജ്യത്തിൽ ഗതാഗതം, വാർത്താവിനിമയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിന് ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം എന്തുകൊണ്ട് സമുദ്രഗുപ്തനെ ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന് വിളിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എഴുതി വെക്കുക. കാരണം വേറെ ഒന്നുമല്ല, ഇദ്ദേഹം വളരെയധികം യുദ്ധം ചെയ്ത് രാജ്യങ്ങൾ പിടിച്ചടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് എന്തെന്ന് പറയുന്നത് ഒരു ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഓരോ രാജാക്കന്മാരെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഇനി നമുക്ക് നോക്കാം ഗുപ്തന്മാരുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്. ഗുപ്ത രാജവംശത്തിന്റെ മൊത്തത്തിലുള്ള ഭരണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കൗൺസിലേഴ്സ് ഉണ്ട്. അതായത് ഇവർക്ക് മന്ത്രിസഭകൾ പോലുള്ള സഭകളുണ്ട്. മാത്രമല്ല ഇവരുടെ പ്രവശ്യ, ഇവരുടെ ആ ഒരു വലിയ രാജ്യത്തെ ചെറിയ ചെറിയ പ്രവശ്യകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ ഓരോ മന്ത്രിമാരെയും
അല്ലെങ്കിൽ ഓരോ ഗ്രാമത്തിനും ഓരോ ഗ്രാമപതികളെയൊക്കെ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇവന്മാർ എന്തുണ്ടാക്കിയാലും 1/6 എന്ന് പറഞ്ഞ രീതിയിൽ, ആ ഒരു രീതിയിൽ ആർക്ക് കൊടുക്കണം, നമ്മുടെ രാജാവിന് കൊടുക്കണം. അതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് നീതിന്യായം ഒക്കെ ഡീൽ ചെയ്യാനായിട്ട് കോടതികളുണ്ട്, ക്രിമിനൽ കോടതികളുണ്ട്. പക്ഷെ അന്തിമ വിധി എപ്പോഴും എവിടെയായിരിക്കും, നമ്മുടെ രാജാവിനായിരിക്കും. മാത്രമല്ല ഇദ്ദേഹത്തിന് സൈനിക സംവിധാനവും അധികം നല്ല ശക്തനായിട്ടുള്ള സൈനിക സമ്പ്രദായം നമുക്ക് ഇവർക്ക് ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് ഇവരുടെ നികുതി വരുന്നതെന്ന് പറയുമ്പോൾ എന്താണ്, 1/6 എന്ന് പറഞ്ഞ രീതിയിലാണ് ഇവർക്ക് നികുതി വരുന്നത്. മാത്രമല്ല ഇവർ കുറ്റവാളികളുടെ കയ്യിൽ നിന്നും എന്ത് വാങ്ങിക്കും, നികുതി വാങ്ങിക്കും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്തുകൊണ്ടാണ് ഗുപ്ത സാമ്രാജ്യത്തിനെ ഗോൾഡൻ പീരീഡ് അല്ലെങ്കിൽ ഗോൾഡൻ ഏജ് എന്ന് പറയാനായിട്ടുള്ള കാരണം എന്ന് ചോദിച്ചാൽ, കലയും സാഹിത്യത്തിന്റെ ഒക്കെ സുവർണ കാലഘട്ടമായിരുന്നു. പുതിയ പുതിയ ഭാഷകളായിട്ട് പ്രാകൃത്, തമിഴ്, ബംഗാളി തുടങ്ങിയ നിരവധി ഭാഷകൾ വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഗുപ്തന്മാരുടെ കോടതി എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന്റെ അകത്ത് നവരത്നങ്ങൾ, കാളിദാസൻ ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ശാസ്ത്രം ഗണിതത്തിലൊക്കെ ഒത്തിരി ഒത്തിരി വൈദഗ്ധ്യമുള്ള ആളുകൾ എവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ ഗുപ്ത സാമ്രാജ്യത്തിൽ വന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഗുപ്ത സാമ്രാജ്യത്തിനെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും കിക്കിടിലമായിട്ടുള്ള സാമ്രാജ്യം എങ്ങനെ എൻഡ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി, രണ്ടാമത് വിദേശ ആക്രമണം, പിന്നെ ആഭ്യന്തര കലഹം, ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിക്കാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നമ്മുടെ ചന്ദ്രഗുപ്തൻ, അതായത് എന്താണ് ഗുപ്ത സാമ്രാജ്യം, ആരാണ് ഗുപ്ത സാമ്രാജ്യത്തിന് സ്ഥാപിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചന്ദ്രഗുപ്തൻ മൗര്യനെ പറ്റിയിട്ട് ഒരു കുറിപ്പ് എഴുതാൻ ചോദിക്കും. സമുദ്രഗുപ്തനെ പറ്റിയിട്ട് ഒരു കുറിപ്പ് എഴുതാൻ ചോദിക്കും. ഗുപ്തന്മാരുടെ അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്നുള്ളതിനെ പറ്റി ചോദിക്കും. എന്തുകൊണ്ട് ഗുപ്ത പീരീഡിനെ എന്തെന്ന് പറയുന്നു, ഗോൾഡൻ ഏജ് എന്ന് പറയുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. എങ്ങനെയാണ് ഇത്രയും നല്ല മഹത്തായിട്ടുള്ള ഒരു പീരീഡ് അവസാനിച്ചത് എന്നും ചോദിക്കും. മനസ്സിലായോ? അങ്ങനെ കുറെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. നമുക്കപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണാം.